സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൂടിയിട്ട് എന്താണ് അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ യാതൊരു റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നും സീനും ഇല്ല. കൈവിട്ടു. പെർഫെക്റ്റ്ലി സ്റ്റേബിൾ അല്ലേ. ചെറിയൊരു റൈറ്റ് സൈഡ് പുള്ളുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇത് ബിലോ 2 lakh എക്സ് ഷോറൂമിൽ വന്ന വണ്ടിയാണ്. അതുകൊണ്ട് ആ ലക്ഷറി ടാക്സോ അല്ല, ഒരു 20,000 രൂപയാണ് ഇപ്പോൾ സഡൻലി കൂടിയേക്കുന്നത്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ സ്വന്തം ബജാജ് ഡോമിന 400 ആണ് കേട്ടോ. ഓവർ ദ ഇയേഴ്സ് കുറച്ചധികം മാറ്റങ്ങൾ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇൻ 2025 ഇസ് ഇറ്റ് സ്റ്റിൽ വർത്ത് ഇറ്റ്? പറഞ്ഞുതരാം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടോളർ വിൻഷീൽഡൊക്കെ കൊടുത്ത് കുറേ എക്സ്ട്രാ ടൂറിങ്ങിന് വേണ്ടിയുള്ള കുറേ ആക്സറീസ് കയറ്റിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ, ആ ടോളർ വിൻസ്ക്രീൻ ആണ്. ബെറ്റർ വിൻ പ്രൊട്ടക്ഷൻ, ഹൈവേസിൽ ഹയർ സ്പീഡ്സൊക്കെ ട്രാവൽ ചെയ്യാൻ ബെറ്റർ വിൻ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ഫുൾ LED ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നൈറ്റിലൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ നോക്കി പ്ലാസ്റ്റിക് നക്കിൾ ഗാർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു സിൽവർ 43mm അപ്സൈഡ് ഡൗൺ ഫോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ 43mm എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് ഇന്നർ ട്യൂബിൻ്റെ സൈസാണ് കേട്ടോ പറയുന്നത്. പിന്നെ കണ്ടില്ല, ഡയമണ്ട് കട്ട് അലോയ്സാണ് കൊടുത്തത്. 320mm ഡിസ്ക്രോട്ടറാണ് കൊടുത്തേക്കുക. പിന്നെ കണ്ടില്ലേ, 320mm ഡിസ്ക്രോട്ടറാണ് കൊടുത്തേക്കുന്ന. റേഡിയലി മൗണ്ടഡ് കാലിപ്പർ, വൈബ്രേറ്റഡ് കാലിപ്പർ യൂണിറ്റാണ് കൊടുത്തേക്കുക. നോർമൽ ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ് കൊടുത്തത്. പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഓഫർ ചെയ്യുന്നത്. അല്ലാണ്ട് ഡ്യൂക്ക് 390 പോലെ അത്ര ഷാർപ്പ് ബ്രേക്കിംഗ് ഒന്നുമല്ല. കുറച്ച് പ്രോഗ്രസ്, ബിഗിനർ ഫ്രണ്ട്ലി ടൂറിങ്ങിനൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രേക്കിംഗ് ഇത് ഓഫർ ചെയ്യുന്നു കേട്ടോ. പിന്നെ നോക്ക്, ക്രാഷ് കുറച്ചുകൂടി മോഡിഫൈഡ് ക്രാഷാണ്. റേഡിയേറ്ററിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള ക്രാഷ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർവെല്ലി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പ്ലാസ്റ്റിക് ആ എക്സോസ് പോർഷനിലൊക്കെ കുറച്ച് അലൂമിനിയം പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് സാധനം കൊടുത്തിട്ടുണ്ടോ. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് പണ്ട് മുതൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ ആ 373cc 0.3cc പഴയ ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 390, സെക്കൻഡ് ജനറേഷൻ ഡ്യൂക്ക് 390 ഒക്കെ വരുന്ന സിമിലർ ആയിട്ടുള്ള 373cc ലിക്വിഡ് കൂൾ കണ്ടില്ലേ, റേഡിയേറ്റർ കണ്ടില്ലേ, ലിക്വിഡ് കൂൾ എഞ്ചിനാണ് കേട്ടോ. മേക്കിംഗ് 40 ഹോഴ്സ് പവർ 35 Nm ഓഫ് ടോർക്കാണ് കേട്ടോ. ഡ്യൂക്ക് 390 കുറച്ചുകൂടി ഹയർ സ്റ്റേറ്റ് ഓഫ് ട്യൂണിൽ കുറച്ചുകൂടി ഹയർ കംപ്രഷൻ റഞ്ചാണ്, കുറച്ച് കൂടുതൽ പവർ ഉണ്ടാകും. ഇത് കുറച്ചുകൂടി മൈൽഡ് സ്റ്റേറ്റ് ഓഫ് ട്യൂണാണ്. നോർമൽ പെട്രോൾ ഇട്ട് ഓടിക്കാൻ പറ്റും, നോക്കിയും പിടിക്കാൻ, അധികം ഹീറ്റിംഗ് ഇല്ലാണ്ട് അധികം മെയിൻ്റെനൻസ് ഇല്ലാണ്ട് ലോങ് ലൈഫ് ഹൈവേ ടൂറിങ്ങിന് വേണ്ടി ഉള്ള ഒരു മെച്ചുവേർഡ് എഞ്ചിനാണ്. ആ ഡ്യൂക്ക് 390 കുറച്ച് പ്ലേഫുൾ, കുറച്ച് യങ് ജനറേഷൻ ഓറിയൻറ്റഡ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു മെച്ചുവേർഡ് ഓഡിയൻസിന് വേണ്ടി ഡ്യൂക്ക് 390 പെർഫോമൻസ്, പക്ഷേ എന്നാലും കുറച്ചുകൂടി ബെറ്റർ കംഫർട്ട്, ബെറ്റർ ഫോർ ടൂറിങ്, ബെറ്റർ റിലയബിലിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് ഈ ഡോമിന 400 കൊടുത്തേക്കുന്നത്. ആ പെരിമീറ്റർ ഫ്രെയിമും കണ്ടില്ലേ, സെറ്റപ്പ് നോക്ക്. ഒരു ബൾക്ക് മാസീവ് മോട്ടോർ സൈക്കിൾ പോലെ അല്ലേ. വെയിറ്റ് കൂടിയിട്ട് ഈ സാധനങ്ങൾക്ക് വന്ന് കയറ്റി വെച്ചപ്പോഴേക്ക് വെയിറ്റ് കൂടിയിട്ട് 186 kg. പണ്ട് ഒരു 6 kg എക്സ്ട്രാ കൂടിയുണ്ട്. 193 kg ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടിയിട്ടോ. അതാണ്, അത് ഓടിച്ചു പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് പറയാം. പിന്നെ റിയർ സെക്ഷൻ നോക്കുക, ഫ്രണ്ടിൽ ഇത് 110 സെക്ഷനാണ്, ബാക്കിൽ 150 സെക്ഷൻ ടയറാണ് കൊടുത്തേക്കുക. 240mm ഡിസ്ക്രോട്ടറൊക്കെ കൊടുത്തിട്ട് സിംഗിൾ കാലിപ്പറൊക്കെ കൊടുത്തേക്കുക. ഡയമണ്ട് കട്ട് വീൽസാണ്. MRF Rev C1 ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഓവർ ദ ഇയേഴ്സ് ഈ MRF Rev C1 കുറച്ച് സോഫ്റ്റ് കോമ്പൗണ്ടായി. അതിൻ്റെ ചേഞ്ചസ് ഇപ്പോൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യാണ്ട്. ബെറ്റർ ബ്രേക്കിംഗ് ആണ്, ബെറ്റർ ഹാൻഡ്ലിംഗ്. ഈ ടയേഴ്സിൻ്റെ കോമ്പൗണ്ടിൽ അത് കുറച്ചുകൂടി സോഫ്റ്റ്. പണ്ട് ഈ Rev C1 കുറച്ചൊരു ഹാർഡ് കോമ്പൗണ്ടായി. ഓവർ ദ ഇയേഴ്സ് MRF കുറച്ചും കൂടി അത് സോഫ്റ്റ് കോമ്പൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ബെറ്റർ ഗ്രിപ്പായിട്ട് കോർണറിങ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ബ്രേക്കിംഗ് വരെ ചേഞ്ചസ് ഫീൽ ചെയ്യുക. പിന്നെ എൻ്റെ എക്സോസ്റ്റ് ഒക്കെ റൂട്ട് ചെയ്ത് കിടക്കുക, ട്വിൻ എക്സിറ്റ് എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല എക്സോസ്റ്റ് നോട്ടും കൂടിയാണ് കേട്ടോ. ആ എഞ്ചിൻ ആ 373cc ലിക്വിഡ് കൂൾ എഞ്ചിൻ എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള എക്സോസ്റ്റ് സിസ്റ്റമാണ് കൊടുത്തത്. നല്ല സൗണ്ടിങ്, ലോവർ RPMത്തിലാണെങ്കിൽ മിഡ് റേഞ്ചിലൊക്കെ കൈ കൊടുത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വീറ്റ് സൗണ്ടിങ് എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസൈൻ ലാംഗ്വേജ് വലിയ ചെയ്യുന്ന പഴയ ഡോമിന പോലെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബാക്കിൽ നോക്ക്, ഒരു ടോപ്പ് ബോക്സ് കാരിയർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ബാക്ക് റെസ്റ്റും കൂടെ, പില്ലിയൻ ബാക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കംഫർട്ടബിൾ ആയിട്ട് വിത്ത് പില്ലിയൻ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഈ ഡ്യൂക്ക് 390 നമുക്ക് പില്ലിയനൊക്കെ ഇരുത്തി പോകാൻ കുറച്ച് ചടങ്ങ് അത്രമാത്രം ഏരിയ ഇല്ല. ഇത് കണ്ട പില്ലിയന് വേണ്ടി നല്ല പാഡഡ് സീറ്റ്സാണ് കൊടുത്തേക്കുക. അതിലൊരു ബാക്ക് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ആ എൻഡ്യൂറൻസിൻ്റെ നൈട്രോക്സ് ഗ്യാസ് ചാർജ് ആയിട്ടുള്ള റിയർ മോണോഷോക്ക് കണ്ടോ കൊടുത്തത്. പ്രീലോഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്ക് സെറ്റപ്പ്. ആ സ്പ്രോക്കറ്റ് ഡിസൈനിലൊക്കെ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൈറ്റ് വെയിറ്റ് സ്പ്രോക്കറ്റ് ആക്കാനാണ് നോക്കുക. അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ടത്തെ സ്പ്രോക്കറ്റിനെക്കാട്ടി കുറച്ച് ചേഞ്ചുള്ള സ്പ്രോക്കറ്റ് ഇതിൽ കാണുന്നത്. അല്ലെങ്കിൽ പണ്ട് മുതൽ ഡോമിനാണ് ഇത്ര സ്പ്രോക്കറ്റ് ആയിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒന്ന് ചെക്ക് ചെയ്ത് ഇഫ് യു ആർ ഡോമിനോ ആണ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്പ്രോക്കറ്റിൽ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ടോ. പിന്നെ പണ്ട് മുതലേ ഉള്ള ഡോമിനാറിൻ്റെ ആ സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സ്, ആ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തത്. അത് ATM പോലെ അത്രമാത്രം സ്ലിക്ക് അല്ല, അത്രമാത്രം ഷാർപ്പായിട്ടുള്ള ഗിയർ ബോക്സ് അല്ല. ഇത് കുറച്ചൊരു സ്മൂത്ത്, കുറച്ചൊരു ഫൊഗീവ്. നോർമൽ ഷൂസ് ഇടാണ്ട് തന്നെ നോർമലായിട്ട് റൈഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചെരുപ്പിട്ട് ഓടിച്ചാൽ അത് ഈസിലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം. അധികം കണ്ട ഫ്രീ ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഗിയർ ബോക്സും ഷിഫ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മീറ്ററിലൊന്നും വലിയ ചേഞ്ചസും കൊടുത്തില്ല. പക്ഷേ ഇത് കണ്ട ആ കുട്ടി മീറ്ററിൽ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വണ്ടി ഡയറക്റ്റ്ലി ഫ്രം ദ ഫാക്ടറി കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് അവർ ഓടിക്കാൻ
ബജാജ് പോപ്പുലർ ബജാജ് ആണ് കേട്ടോ. സെറ്റപ്പ് നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ട്, ബജാജ് മോട്ടോർ സൈക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കോൺടാക്ട് പോപ്പുലർ ബജാജ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ട് കയറി ചെക്കൗട്ട് ചെയ്ത് കണ്ടാകെ 14 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് റൈഡ് പോവാം, ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നോക്ക് ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊടുത്തേന്ന്. നക്കിൾ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്, USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്, ഒരു അലൂമിനിയം ഫോൺ മൗണ്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാങ്ക് ഉണ്ട്, 30 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്ക് കൊടുത്തത്. മാത്രമല്ല ഈ എഞ്ചിൻ ലോവർ സ്റ്റേറ്റ് ഓഫ് ട്യൂണിൽ മൈൽഡ്ലി ട്യൂൺഡ് ആയതുകൊണ്ട് ബെറ്റർ നല്ല ഫ്യൂൽ എക്കോണമിയാണ്. ഡ്യൂക്ക് 390 നല്ല ഫ്യൂൽ എക്കോണമിയാണ് ഈ ബജാജ് ഡോമിന 400 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം 35 ഒക്കെ ഹൈവേസിൽ കിട്ടുന്ന കുറേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹൈവേയിൽ ലഡാക്കൊക്കെ പോയപ്പോൾ എനിക്ക് ഏകദേശം 33 കിലോമീറ്റർ ടു ലിറ്റർ, അത് അറ്റ് 100+ km/h റൈഡിങ്ങിലായിട്ട് കിട്ടിയത്. അത്രയും ലോങ് സ്ട്രേറ്റ് ഒക്കെ ഓടിക്കാൻ നല്ല ലോങ്ങർ വീൽ ബേസ് ആണല്ലോ. ആ വീൽ ബേസിൻ്റെ കാര്യം ഡ്യൂക്ക് 390 ലോങ്ങർ വീൽ ബേസ് ഒക്കെ ഉണ്ട്. ആ ഫ്രണ്ട് ആക്സിൽ ടു റിയർ ആക്സിൽ കുറച്ച് ലെങ്ത്ത് കൂടിയാണ്. അപ്പോൾ ഹൈ സ്പീഡിൽ ബെറ്റർ സ്റ്റെബിലിറ്റിയാണ് കിട്ടുന്ന. മാത്രം എൻ്റെ സ്വിംഗ് ആമൊക്കെ കണ്ടില്ലേ, ഇതിനൊരു അലൂമിനിയം സ്വിംഗ് ആമൊക്കെ എന്തൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള സ്വിംഗ് ആം, ബജാജിൻ്റെ വൺ ഓഫ് ദ ബെറ്റർ ഡിസൈൻ സ്വിംഗ് ആമൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കൊള്ളാം, ആ സെറ്റപ്പ് എല്ലാം കൊള്ളാം. ആ USB ചാർജിങ്, USB Type A ചാർജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്ലിപ്പർ ക്ലച്ച് കൊടുക്കുന്നത്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ലൈറ്റ് ക്ലച്ച് ലെവർ. പക്ഷേ ക്ലച്ച് ലെവറും ബ്രേക്ക് ലെവർ അഡ്ജസ്റ്റബിൾ. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു അഡ്ജസ്റ്റബിൾ ലെവേഴ്സും കൂടി കൊടുത്തെങ്കിൽ അടിപൊളിയാണ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കേട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സോസ്റ്റ് കൊണ്ട് കൂടി കേൾപ്പിക്കുക. അതിന് മുമ്പ് എർഗണോമിക്സ് ഒന്നും കാണിച്ചത് കണ്ടോ. വണ്ടി ചെറുതായി പൊക്കുമ്പോഴൊന്നും അധികം വെയിറ്റ് അറിയില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഉന്തി നീക്കുമ്പോഴൊക്കെ ഇതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും കേട്ടോ. 193 kg, 6 കിലോ പഴയ മോളിനെക്കാട്ടും കൂടി ഈ ആക്സറീസ് ഒക്കെ വന്നില്ല. അപ്പോൾ 6 kg കൂടി 193 kg ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സീറ്റായിട്ട് 800 mm ഉള്ളൂ. ഞാൻ 5 foot 8. എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് കേട്ടോ. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ഭയങ്കര കംഫർട്ടബിൾ എർഗണോമിക്സ്. കാലുകളുണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് വെച്ചിരിക്കുന്നത്, ഡ്യൂക്ക് കുറച്ചുകൂടി ബാക്കിലോട്ടാണ്. ഇത് മച്ച് മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ് വെച്ചിരിക്കുന്നത്. കൈ വെക്കുന്നുണ്ട് പെർഫെക്റ്റാണ്. കയ്യിൽ ചെറിയൊരു കേർവ് വന്ന് ഞാൻ നിൽക്കും. എൻ്റെ 5 foot 8 ഫ്രെയിമിന് പെർഫെക്റ്റ് എർഗണോമിക്സാണ്, കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. മാത്രമല്ല കണ്ട ഈ വിൻഡ് പ്രൊട്ടക്ഷൻ, ബേസിക് ആയിട്ടുള്ള വിൻഡ് പ്രൊട്ടക്ഷൻ ഇത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഹൈവേസിൽ ലോങ് ഡിസ്റ്റൻസ് അധികം സ്ട്രെയിൻ ഇല്ലാണ്ട് ഓടിക്കാൻ വിത്ത് എ പില്യൻ. അതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ മിക്കവരും ചോദിക്കും വിത്ത് എ പില്യൻ ട്രാവൽ ചെയ്യാൻ നല്ല മോട്ടോർ സൈക്കിൾ ഇൻ 2 lakh ബഡ്ജറ്റിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോമിന 400 ഒരു എക്സലൻറ്റ് ചോയ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റ് ഒട്ടും കൂടി ഞാൻ കേൾപ്പിച്ചത്. മാത്രമല്ല ആ 2016 വണ്ടി ഇറങ്ങിയപ്പോൾ കുറച്ചധികം വൈബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു ബോഡി പാനൽസിലാണെങ്കിലും ബാറൻസിലൊക്കെ. ഇപ്പോൾ നോക്ക് മച്ച് മോർ കൺട്രോൾഡ്. ആ വൈബ്രേഷൻസ് ഒക്കെ കുറച്ചുണ്ട് അവർ. എക്സോസ്റ്റ് കൊണ്ട് തന്നെ കൊള്ളാലിപ്പോൾ. കൊള്ളാലേ, നല്ല റെസ്പോൺസീവായി. ഇത് റൈഡ് ബൈ വയർ ത്രോട്ടിലായിട്ടുള്ള കേട്ടോ. ഇപ്പോഴും ഒരു ഫിസിക്കലായിട്ടുള്ള ത്രോട്ടിൽ കേബിളാണ് കൊടുത്തത്. ആക്സിഡൻറ്റ് കേബിൾ ഉണ്ട്. അടുത്ത അപ്ഡേറ്റിൽ ചിലപ്പോൾ അവർ അത് റിമൂവ് ചെയ്ത് NS 400 പോലെ റൈഡ് ബൈ വയർ ആക്കാം കേട്ടോ. നല്ല റെസ്പോൺസീവ്, ഒരു തുള്ളി വൈബ്രേഷൻ ഇല്ല. സെറ്റപ്പ് ആയിട്ടോ. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വന്നാൽ 2,03,000 rupees ആണ് കേട്ടോ. കമ്പയർ ടു ദ പ്രീവിയസ് മോഡൽ കുറച്ചൊന്ന് പ്രൈസ് ആയിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും അറ്റ് ദിസ് പ്രൈസ് പോയിൻറ്റ് ഒരു അടിപൊളി ഡീലാണ്. നമുക്കൊരു റൈഡ് പോയിട്ട് വരാം. സോ ഇതാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ജെൻ ഡോമിന 400 കേട്ടോ. ബജാജ് ഡോമിന 400 ഡ്യൂക്ക് 390യുടെ ഫസ്റ്റ് സെക്കൻഡ് ജനറേഷൻ സിമിലർ ആയിട്ടുള്ള ഒരു 373.3 cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. 40 horsepower 35 Nm ഓഫ് ടോക്കാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല ലോ ഡൗൺ ടോർക്ക്. ഈ ബിഗ് സിംഗിൾ സിലിണ്ടേഴ്സിൻ്റെയൊക്കെ പ്രത്യേകതയാണ് ഈ ലോ ഡൗൺ ടോർക്ക് കേട്ടോ. അടിപൊളി ലൈറ്റ് ക്ലച്ചും കൂടിയിട്ട്, ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൂടിയിട്ട് എന്താണ് അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ യാതൊരു റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നും സീനും ഇല്ല. മാത്രമല്ല ഇത് ഡ്യൂക്ക് 390 എഞ്ചിൻ വെച്ച് നോക്കാം കുറച്ചും കൂടി ലോവർ കംപ്രഷനിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും ഹീറ്റിംഗ് ഇല്ല. നോർമൽ പെട്രോൾ യൂസ് ചെയ്യുക, യാതൊരു ടാസ്കും ഇല്ലാണ്ട് ഓടിച്ചടക്കാം കേട്ടോ. ഒരു ലെസ് മെയിൻ്റെനൻസ് ഉള്ള കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്യൂക്ക് 390, ഒരു മെച്യൂർ ഡ്യൂക്ക് 390. ഐഡിയൽ ഫോർ ട്രാവലിംഗ് എവറി ഡേ യൂസിനൊക്കെ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ഇത് മെച്ചോർഡാന്ന് പറയാം എന്ന് വെച്ചത് സ്ലോ ഒന്നുമല്ല കേട്ടോ. ഇത് ആ ഡ്യൂക്ക് 390യുടെ എഞ്ചിനാണ്. 373 cc ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. അത് നമ്മൾ ഓർമ്മിപ്പിക്കുക. നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫുള്ളി 4500 RPM തൊട്ട് ഫുള്ളാണ്. ആ മിഡ് റേഞ്ച് ഫുൾ കേട്ടോ. കുറച്ച് കോമറായി, പക്ഷെ എന്നാൽ സ്റ്റിൽ ആ ഫുൾ ഇസ് ദെയർ. ഇതിലൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ഞാൻ പറയാം ടൂറിങ് വേരിയൻ്റ്, കുറേ ടൂറിങ് ആക്സറീസിന് വേണ്ടി കുറേ സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് ബജാജ് പറയുന്നത് പെർഫെക്റ്റ് ടൂറർ ഫോർ ഇന്ത്യൻ റോഡ്സ് ആണ്. ആൻഡ് ഐ ഹാവ് ടു അഗ്രി.
ഇത് കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം കേട്ടോ. ടൂർ ചെയ്യാൻ കണ്ട ആ വിൻഷീൽഡ് ഉള്ളതുകൊണ്ട് ആ കാറ്റൊന്നും നെഞ്ചത്തടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓവർ ഹൈറ്റ് ഒന്നുമില്ല. എൻ്റെ ഹെൽമെറ്റിലൊന്നും യാതൊരു ബഫറ്റിംഗ് ഒന്നുമില്ല. കൂളായിട്ട് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. അതാണ് ഈ മാനുഫാക്ചേഴ്സ് ഡിസൈൻ ചെയ്ത ഈ ആക്സറീസിൻ്റെ പ്രത്യേകത. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കുന്ന മിക്ക ആക്സറീസ് ഇത്രമാത്രം ടെസ്റ്റഡ് ആയിരിക്കില്ല. ഇത് മാനുഫാക്ചർ കുറേ R&D ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറക്കുന്ന പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല. മാത്രമല്ല ഓവർ ദി ഇയേഴ്സ് ഞാൻ ഫസ്റ്റ് ഓടിച്ച് ഡോമിന 2016 അതിനൊരു കഥയുണ്ട് കേട്ടോ. കാരണം എനിക്ക് 2015 ഡ്യൂക്ക് 390 എന്ന് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ജനറേഷൻ OG ഡ്യൂക്ക് 390. അപ്പോൾ അതിന് മുമ്പ് എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ കഥ നിങ്ങൾക്കത് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ NS200 ദ ഫസ്റ്റ് ജനറേഷൻ 2012 ആയിട്ടുള്ള 2012 മോഡൽ BS3 NS200 ആയിരുന്നു കേട്ടോ. അന്ന് തന്നെ ഈ NS200 ടോപ്പ് ആൻഡ് മോർ ദാൻ ദ ഡ്യൂക്ക് 200 ആയിരുന്നു. അപ്പോൾ ഈ ഡോമിന 400 ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയി ഓടിച്ചു നോക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഡ്യൂക്ക് 390 അടിക്കുമോ പിടിക്കുമോ അതറിയാൻ വേണ്ടി പോയി ഓടിച്ചാൽ. അപ്പോൾ ഞാൻ മനസ്സിലായി ഇത് കുറച്ചും കൂടി ഒരു ടൂറർ മോട്ടോർ സൈക്കിൾ, അത്രമാത്രം ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് മോട്ടോർ സൈക്കിളല്ല. ഇതിൻ്റെ സസ്പെൻഷനാണെങ്കിൽ കുറച്ചുകൂടി പ്ലഷാണ്, കുറച്ചുകൂടി സോഫ്റ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എവറി ഡേ യൂസ് വിത്ത് പില്യൻ ഇരുന്ന് പോകാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ. അല്ലാണ്ട് അക്രമം കാണിക്കാൻ പറ്റായൊന്നുമില്ല കേട്ടോ. കാണിക്കാൻ പറ്റും, പക്ഷേ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അന്നത്തെ ടൈം തന്നെ ഡ്യൂക്ക് 3 ഭയങ്കര എക്സ്ട്രീം ലൈറ്റ് സ്പോർട്ട് ഓറിയൻറ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പോക്കറ്റ് റോക്കറ്റ് ആയിരുന്നു. അതിൻ്റെ വെയിറ്റ് തന്നെ ഏകദേശം 149 kg 150 kg എൻ്റെ വെയിറ്റ് വന്നുള്ളൂ. ഡോമിനാണ് 186 kg ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആക്സറീസ് ഒക്കെ വന്നപ്പോഴേക്കും വെയിറ്റ് കുറച്ച് കൂടിയിട്ട് 193 kg ആ വെയിറ്റ് വരുന്നത്. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് വേറൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ വീൽ ബേസും ലോങ്ങറാണ്. ഡ്യൂക്കിനെ പോലെ ഷോർട്ട് വീൽ ബേസ് ഒന്നുമല്ല. ഈ ലോങ്ങർ വീൽ ബേസ് ആയതുകൊണ്ട് ഹൈവേസിൽ ഈ 6th ഗിയർ ഇട്ട് ഇങ്ങനെ കംഫർട്ടബിളി ക്രൂസ് ചെയ്യുമ്പോഴില്ലേ നല്ല ഫ്യൂൽ എക്കോണമിയും കിട്ടും. അതേപോലെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള എന്താ പറയുക, എന്നാലും ഒരു മെച്ചുവേർഡ് ആണെങ്കിലും എന്നാലും കുറച്ചൊക്കെ പ്ലേഫുൾനെസ് ഉണ്ട്. കൈ കൊടുത്താൽ കയറും, സ്മൂത്താണ്. ഇപ്പോൾ പഴയ എനിക്ക് ഓർമ്മ 2016 വണ്ടി കുറച്ചൊക്കെ റോ ആയിരുന്നു. ഇതൊക്കെ മച്ച് സ്മൂത്തറായിട്ടോ, അടിപൊളി കേട്ടോ. ഈ വണ്ടി വെച്ച് ഞാൻ കുറേ ട്രാവൽ ചെയ്തൊരു മോട്ടോർ സൈക്കിൾ. ഞാൻ ലഡാക്കൊക്കെ ട്രിപ്പ് അടിച്ച എല്ലാം വിത്ത് ഡോമിന 400 ആണ്. നല്ല കംഫർട്ടബിൾ സീറ്റാണ് കേട്ടോ. ഡ്യൂക്ക് 390 എനിക്ക് ഈ സീറ്റാണ് ഇഷ്ടപ്പെട്ട, അടിപൊളി സീറ്റാണ്. പിന്നെ നോക്കി ഞാൻ 5'8" ആണ്. എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിഗ്നലൊക്കെ നിൽക്കാൻ പറ്റും. യാതൊരു ഹീറ്റിങ്ങും ഇല്ല വണ്ടിക്ക്. അതാണ് എനിക്കിഷ്ടപ്പെട്ട്. ഒരു സീനും ഇല്ല, ഒരു ഹീറ്റിംഗ്, ഒരു തുള്ളി ഹീറ്റിംഗ് ഇല്ല വണ്ടിയിൽ. ഇപ്പോൾ കൊള്ളാലേ. ഡ്യൂക്ക് 390 ഇങ്ങനെയൊക്കെ ട്രാഫിക്കിൽ ഓടിച്ച് ഇങ്ങനെ സിഗ്നൽ വന്ന് നിൽക്കുമ്പോഴേക്കും ഭയങ്കര ഫാനോടെ, ആ റേഡിയേറ്റർ ഫാനോടെ ഒച്ചപ്പാടും ബഹളവും ആ ഹീറ്റൊക്കെ കാലിലോട്ടടിക്കും. പക്ഷേ ഇതിൽ നോക്ക്, അതാണ് എന്നാൽ ആ ലോവർ കംപ്രഷൻ റൺ ചെയ്യണം, അത്രയും പവർ ഉണ്ടാക്കുന്നുള്ളൂ. പുതിയ ഡ്യൂക്ക് ഏകദേശം 46 ഹോഴ്സ് പവർ, അതിന് മുമ്പുള്ള ഈ ജനറേഷൻ ഡ്യൂക്ക് ഏകദേശം 43 ഹോഴ്സ് പവർ ഉണ്ടാക്കി. ഇത് 40 ഹോഴ്സ് പവർ, 3 ഹോഴ്സ് പവർ കുറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, പവറിന് പവറുണ്ട്, ഫ്യൂൽ എക്കോണമിയും കിട്ടും. ഏകദേശം 32 km/ലിറ്റർ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടോ. ഞാൻ ലോങ് പോയപ്പോൾ 32-33 km/ലിറ്റർ എനിക്ക് കിട്ടിയ ഫ്യൂൽ എക്കോണമി കേട്ടോ. സെറ്റപ്പ് ഫുള്ളായിട്ട്. മിറേഴ്സ് ആണെങ്കിലും മാറ്റിയ ആ നക്കിൾ ഗാർഡ്സ് ആണ്, പ്ലാസ്റ്റിക് നക്കിൾ ഗാർഡ്സ്. എന്നാലും ഫ്രം ഫാക്ടറി എല്ലാം കൂടി ഒരു 5000 രൂപയിലിട്ട് ഈ മൊത്തം സാധനം കാണുന്ന ഒരു ഫോൺ മൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ്, എല്ലാ തരം എന്തൊക്കെ മത്താപ്പ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് ഫോർ ടൂറിങ്. മാത്രമല്ല നല്ല പ്രൈസിങ് ആണ്. 2,03,000 എക്സ്ഷോറും കൊച്ചി. നല്ല പ്രൈസ്. ആ പ്രൈസ് നിങ്ങൾക്ക് ഒരു 400cc ടൂറിങ് റെഡി ടു ടൂർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ കിട്ടും. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കും കേട്ടോ. കൊള്ളാമല്ലേ. മാത്രമല്ല ക്ലച്ച് ലൈറ്റർ സൈഡിലാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ക്ലച്ചാണ്, ഒരു ലൈറ്റ് ക്ലച്ച്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് കൊടുത്തേക്ക്. അപ്പോൾ ഓടി തുടങ്ങുമ്പോഴേക്ക് ഇത് ഭയങ്കര ലൈറ്റാവും. അപ്പോൾ സിറ്റിയിലൊക്കെ ഓടിച്ചാൽ അധികം ഫെറ്റീഗ് ഉണ്ടായില്ല. ആ നല്ല സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്ന, അടിപൊളിയാണ് വണ്ടി. കുറച്ച് വെയിറ്റ് കൂടുതൽ, ആ 196 kg കുറച്ച് വെയിറ്റ് കൂടുതലാണ്. എന്നാലും ഇൻ്റർസെപ്റ്റർ 650 കാട്ടിയൊക്കെ വെയിറ്റ് കുറവാണ്. പക്ഷെ എന്നാൽ ആ വെയിറ്റ് ഫീൽ ചെയ്യാട്ടോ. നമ്മളിങ്ങനെ ചില സ്ഥലത്തൊക്കെ പോയി വണ്ടി കയ്യിൽ നിന്ന് മറിഞ്ഞു വീഴില്ല. സൈഡ് സ്റ്റാൻഡിലിട്ടൊന്ന് പൊക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എടുത്ത് മാറ്റുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഓൺ ആക്കാണ്ട് നമ്മൾ തള്ളിയൊക്കെ നീക്കില്ലേ, അപ്പോഴാണ് ഈ വെയിറ്റ് ശരിക്കും മനസ്സിലാവുന്നത് കേട്ടോ. ആ വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ സസ്പെൻഷൻ ഫ്രണ്ടിൽ ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ഫോക്കൊക്കെ കൊടുത്തിരിക്കുന്ന കൊള്ളാട്ടോ. സെറ്റപ്പ് ഫോക്കൊക്കെ കൊടുത്തേക്കുക എന്ന് പറഞ്ഞാൽ ഓവർ സ്റ്റിഫല്ല, കുറച്ച് വന്ന ഹാർഡ് സൈഡ്, പക്ഷേ നല്ല ഓവർലി സ്പോർട്ടി സ്റ്റിഫ് എന്നല്ല. റോട്ടിൽ ആ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആയിട്ട് സോക്ക് ചെയ്തെടുക്കുന്നത്. കൈവിട്ടു പെർഫെക്റ്റ്ലി സ്റ്റേബിൾ അല്ലേ. ചെറിയൊരു റൈറ്റ് സൈഡ് പുള്ളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ലൈറ്റ് റൈറ്റ് സൈഡ് പുള്ള. ഞാൻ കൈയൊക്കെ വിട്ട് കഴിയുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് റൈറ്റിലോട്ട് പോകുന്നുണ്ട്. പെർഫെക്റ്റ്ലി ഗുഡാണ്. ടൂറിങ്ങിന് കൊള്ളാം. ആ 6th ഗിയറിൽ 5000 RPM 90 km/h ഈസിലി ക്രൂസ് ചെയ്ത് പോവാ വണ്ടി. അങ്ങനെ ഓടിക്കുമ്പോൾ നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ടൂറാണ്, പ്രോപ്പർ ടൂറാണ് കേട്ടോ വണ്ടി. ഓടിക്കാനും കൊള്ളാം.
എല്ലാ ബംസ് ഈവൻ വിത്ത് പില്ലിയൻ ഇന്ന് ഓടിക്കാൻ പറ്റും കേട്ടോ. അതാണ് എൻ്റെ ഹൈലൈറ്റ്. ഒരു സസ്പെൻഷൻ ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാം. കുഴപ്പമില്ല. അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റ് നല്ല സസ്പെൻഷനാണ്. ആ ഇംപെർഫെക്ഷൻസ്, ആ ചെറിയ ബംസൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ടോ. ഞാൻ 80 km/h കൺസിസ്റ്റൻ്റ് ആയി ടൂർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ബംസൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ അല്ല, ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ് വിത്ത് ഈവൻ വിത്ത് എ പില്ലിയൻ നന്നായി ടൂർ ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ് കേട്ടോ. ബ്രേക്സ് ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ് കൊടുത്തത്. 320mm ഡിസ്ക് റോട്ടറൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ബ്രേക്കിംഗ് വേണമെങ്കിൽ, കുറച്ചും കൂടി ബൈറ്റ് വേണമെങ്കിൽ ആ സിൻഡഡ് ബ്രേക്ക് പാഡ്സിലോട്ട് മാറ്റിക്കാൻ മച്ച് ബെറ്റർ ആട്ടോ. ഇത് ഭയങ്കര പ്രോഗ്രസീവാണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓവർ അഗ്രസീവായിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് വരിക, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പവർ ഒന്നുമില്ല, എന്നാലും ഗ്രാജുവലി നിൽക്കോട്ടോ. വിത്ത് ഡുവൽ ചാനൽ ABS കൂടി കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് അല്ലേ? ദ ഡോമിന 400 ഒരു അടിപൊളി മോട്ടോർ സൈക്കിളാണ്. ഞാൻ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്തൊരു മോട്ടോർ സൈക്കിൾ. ഇതേ വേരിയൻ്റ് വെച്ചിട്ട് ഞാൻ ഉംലിംഗിൽ, അത് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്, അതേപോലെ ലഡാക്ക്, ലഡാക്ക് എല്ലായിടത്തും പോയി അക്രമം കാണിച്ചൊരു വണ്ടിയായിട്ട്. ഫ്രം ചണ്ഡീഗഡ് ഒക്കെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ഡോമിനാർ എടുക്കുക. കുറച്ച് ബെറ്റർ കംഫർട്ടബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ. ഈ സീറ്റാണ് നല്ല കംഫർട്ടബിൾ റിലാക്സ് പൊസിഷൻ. അതിനൊപ്പം തന്നെ നല്ല 3 സ്പീഡ് 100+120 ഈസിലി ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുക. കംഫർട്ടബിൾ. ഈ ടോളർ വിൻസ്ക്രീൻ കണ്ടില്ല, അത് നല്ല വിൻ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ഇപ്പോൾ ചണ്ഡീഗഡിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ഹോട്ട് എയർ ആയിരിക്കും വരുന്നത്. ആ ഹോട്ട് എയർ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തളർന്നു, ഭയങ്കര ക്ഷീണം വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് ഈ പോർഷൻ വരും കവേർഡ് ആയിക്കോട്ടെ. ഹെൽമെറ്റ് കവേർഡ് ആയതുകൊണ്ട് നമുക്ക് അത് ആ ചൂട് കാറ്റും കൊള്ളില്ല. അല്ലെങ്കിൽ ചില വിൻഷീൽഡിൽ നിന്ന് കുറച്ചും കൂടി ഭയങ്കര ടോളർ ആണെങ്കിൽ അത് നമ്മുടെ ഹെൽമെറ്റിൽ കൊണ്ട് ചെറിയ ബഫറ്റിംഗ് വരും. അത് നമുക്ക് ഓവർ ലോങ് ടൈം ഓടിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിനാണ്. പക്ഷേ ഇതിനതൊന്നുമില്ല. പെർഫെക്റ്റ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ടോളർ വൈസറാണ് കൊടുത്തത്. സെറ്റപ്പ് ആ ഫോർ ടൂറിങ്. അതേപോലെ ലഡാക്കിലൊക്കെ എക്സ്ട്രീം കോൾഡിൽ ഓടിക്കുമ്പോൾ ഇത് ചെറിയൊരു വിൻ പ്രൊട്ടക്ഷൻ തന്നെ. ഈ നക്കിൾ ഗാർഡ്സ് അതേപോലെയാണ്. കോൾഡ് റൈഡിങ് ടൈമിലൊക്കെ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഈ ഫിംഗേഴ്സിനെ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ, വിൻ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ടോ. അത് ശരിക്കും ഈ എക്സ്ട്രീം കോൾഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ടിൽ ഓടിക്കുമ്പോൾ ഈ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് മനസ്സിലാവുള്ളൂ കേട്ടോ. മാത്രമല്ല ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം കൊണ്ട് മറിച്ചിട്ട വണ്ടിയും കൊണ്ട് ഈ ക്രാഷ് കാർഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ റേഡിയേറ്ററിനോ എഞ്ചിൻ കേസിനോ യാതൊരു ഡാമേജും വന്നില്ല. ഓവറോൾ ഈ ബജാജ് ചെയ്തിരുന്ന ഈ ഡോമിന പെർഫെക്റ്റ് ഫോർ ടൂറിങ് ആക്കി. ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. എൻ്റെ കസ്റ്റമേഴ്സ് ഈ മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ഒരു ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ കുറച്ചുകൂടി ഈസിയർ ആക്കാൻ വേണ്ടി ഓൾറെഡി ഈ ടോപ്പ് റാക്ക് അടിപൊളി സാധനം. ഒരു എക്സ്ട്രാ കുറച്ചുകൂടി കാശ് കൊടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് മൗണ്ടഡ് പാനിയേഴ്സിൻ്റെ ഒരു ബോക്സും കൂടി കിട്ടും കേട്ടോ. അത് എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ സാഡിൽ സ്റ്റേ, പിന്നെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ള ബാഗ്സ് ഒക്കെ സൈഡിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ സാഡിൽ ബാഗ്സിൽ അതിനുള്ള സ്റ്റേയും കൂടിയാണ്. അതും കൂടി എക്സ്ട്രാ മേടിച്ച് വെച്ചാൽ പെർഫെക്റ്റാണ്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഈ ടോപ്പ് ബോക്സ് റാക്ക് മാത്രം മതി. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സാധനം വെച്ച് കേട്ടാൽ പില്ലിയനുള്ള ആവശ്യത്തിലുള്ള സ്പേസിന് ഒരു ബാക്ക് റെസ്റ്റും കൊടുത്താൽ വിത്ത് പില്ലിയൻ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അറ്റ് ദിസ് പ്രൈസ് പോയിന്റ് 2 lakh പ്രൈസ് പോയിന്റിൽ 2,03,000 ആണ് എക്സ്-ഷോറൂം വരുന്നത് കേട്ടോ. പണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ബിലോ 2 lakh എക്സ്-ഷോറൂമിൽ വന്ന വണ്ടിയാണ്. അതുകൊണ്ട് ആ ലക്ഷറി ടാക്സും അല്ല, ഒരു 20,000 രൂപയാണ് ഇപ്പോൾ സഡൻലി കൂടിയേക്കുന്നത്. ബട്ട് സ്റ്റിൽ for that price point is still a very good motorcycle. A powerful engine, a 40 horsepower, 35 Nm of torque ആണ് കേട്ടോ. ഫ്രം 3,500 4,000 RPM നിങ്ങൾക്ക് ആ പവർ കിട്ടുക. ഈ ബിഗ് സിംഗിൾ സിലിണ്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് സിറ്റി യൂസ് ആണെങ്കിൽ, ഹൈവേസിലാണെങ്കിൽ, ട്രാഫിക് കൂടെ ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ആ ലോ ഡൗൺ ടോർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഈ കയറ്റമൊക്കെ കയറുന്ന സമയത്താണെങ്കിൽ ആ ലോ ഡൗൺ ടോർക്ക് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉംലിങ്ങിലൊക്കെ കയറുമ്പോഴാണെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പവർ ഡ്രോപ്പ് ഉണ്ട് വണ്ടികൾക്ക്. എക്സ്ട്രീം ഓൾട്ടിറ്റ്യൂഡ് എത്തുമ്പോഴേക്കും ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ കാണും കുറച്ച് പവർ ഡ്രോപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഡോമിന ഫോണിൻ്റെ അത്ര ഈസിലിയാണ് കയറിപ്പോയെന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെർഫെക്റ്റ് മോട്ടോർ. കംഫർട്ട് ഇതിൻ്റെ കംഫർട്ടബിൾ ആയിട്ട് എർഗണോമിക്സ് ഇരിക്കും തന്നെ കംഫർട്ടബിൾ ആയിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളും കൂടിയാണ്. ഇതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടും. 193 kg എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കൊണ്ട് ക്രാഷ് ചെയ്ത് പോക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ വെയിറ്റ് ഇത് ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് അറിയില്ല. പക്ഷേ ഇങ്ങനെ സ്ലോ മൂവിങ് ട്രാഫിക്കിൻ്റെ വെച്ചിട്ട് നീക്കുമ്പോഴാണ് ഈ മോട്ടോർ സൈക്കിളിൻ്റെ വെയിറ്റ് അറിയുന്നത്. 193 kg കുറച്ച് വെയിറ്റ് കൂടുതൽ. പ്രോബ്ലി ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ ഇൻ 2025-2026 വരാൻ പോകുന്ന അതിൽ വരുന്ന ചേഞ്ചസ് മേ ബി അവർ കുറച്ച് വെയിറ്റ് കുറയ്ക്കുക, ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റിയിട്ട് ഒരു ബെറ്റർ LCD കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുക്കുക, കുറച്ച് കുറച്ച് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുക്കുക. പക്ഷേ ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ റൈഡിങ് എൻഹാൻസ് ചെയ്യുക ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നില്ല ഇത്രമാത്രം ഈ TFT ഡിസ്പ്ലേ, LCD കളർഫുൾ ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ നിങ്ങളുടെ റൈഡിങ് എൻഹാൻസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തന്നെ ഇത് ബേസ് ഫോമിൽ തന്നെ ഈ പ്രൈസിൽ ഇത് നല്ല ചോയ്സാണ്. ഇസ് ഇറ്റ് ഔട്ട്ഡേറ്റഡ്? ഇപ്പോൾ കുറേ പേര് ചോദിക്കും 2016 വന്ന വണ്ടി കേട്ടോ. ഇസ് ഇറ്റ് ഔട്ട്ഡേറ്റഡ് എന്ന് കുറേ പേര് ചോദിക്കും. ഔട്ട്ഡേറ്റഡ് ആയെന്ന് ചോദിച്ചാൽ ആ എഞ്ചിൻ ശരിക്കും ഒരു അടിപൊളി എഞ്ചിനാണ്. നിങ്ങൾ ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ലോ ഡൗൺ പവർ ആണെങ്കിൽ കൈ കൊടുത്ത് തരുമ്പോൾ ആ മിഡ് റേഞ്ച് പഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി. വിത്ത് ദാറ്റ് എക്സോസ് നല്ലൊരു എക്സോസ് നോട്ടും കൂടി കൊടുത്തേക്കാം. ഹൈവേസ് ഓടിക്കുമ്പോൾ
എൻജോയ് ചെയ്തിട്ട് കുറേ കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്യാൻ പറ്റും വിത്ത് പില്ലിയൻ. അതാണ് ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഹൈലൈറ്റ്. ഡ്യൂക്ക് 390 ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡ്യൂക്ക് 390 സിംഗിൾസ് എന്ന് പോകാൻ പറ്റും. വിത്ത് പില്ലിയൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്കംഫർട്ട്. പക്ഷേ ഇത് വിത്ത് പില്ലിയൻ, ദ മെച്ചുവേർഡ് വേർഷൻ ഓഫ് ദ ഡ്യൂക്ക് 390 എന്ന് പറയും. കുറച്ചുകൂടി മെച്ചുവേർഡ് ഓഡിയൻസിന് പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. കുറച്ചുകൂടി ലോങ്ങർ വീൽ ബേസ് ആണ്, മച്ച് മോർ സ്റ്റേബിളും കൂടിയ. ഹൈവേസിൽ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് 120 ഞാൻ ഭയങ്കര ഈസി ക്രൂസ് ചെയ്യുമ്പോഴാണ് ഭയങ്കര സ്റ്റേബിൾ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ആ വിൻഡ് പ്രൊട്ടക്ഷൻ ആണ് എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഈവൻ മാത്രമല്ല ഓവർ ദ ഇയേഴ്സ് ഈ എഞ്ചിൻ്റെ എല്ലാത്തരം പ്രശ്നങ്ങൾ അവർ ഫുള്ളായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിരുന്നുണ്ട്. ഓവർ ദ ഇയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ആ ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗ് മാറ്റി സിംഗിൾ സ്പാർക്ക് പ്ലഗിലോട്ട് വന്ന് എഫിഷ്യൻസിയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ബെറ്റർ എഫിഷ്യൻ്റ് ആക്കി എടുത്ത് ബെറ്റർ ത്രോട്ടിൽ റെസ്പോൺസ് ആക്കി എടുത്ത് മാത്രമല്ല പഴയ പോലെ സിമിലർ പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 2016 ബാച്ചിൻ്റെ അത്രമാത്രം റോ പെർഫോമൻസ് ഇല്ല, കുറച്ചൊരു പവർ ഡ്രോപ്പ് ഉണ്ട്. കുറച്ചധികം പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പവർ ഗെയിൻ ഉണ്ട്, പക്ഷേ എന്നാൽ ചെറിയ അത്ര മാത്രമായിട്ടുള്ള ആ ചാട്ടം വണ്ടിയുടെ കുറഞ്ഞിട്ട്. പക്ഷേ എന്നാൽ ത്രൂ ഔട്ട് ദ റെഫറൻസ് മച്ച് മോർ സ്മൂത്തറായി എടുക്കുവാണെങ്കിൽ എനിക്ക് ശരിക്കും ഇപ്പോൾ ഓടിച്ച് കഴിഞ്ഞപ്പോൾ ആ ലേ ലഡാക്ക് പോയപ്പോൾ ഉമ്ലിങ്ങിലൊക്കെ പോയി ശരിക്കും ഈ മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെട്ട. ഡു ടേക്ക് എ ടെസ്റ്റ് ഡ്രൈവ്. ഇതിനെക്കുറിച്ച് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ മേടിക്കാൻ ബുക്ക് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഈ മോട്ടോർ സൈക്കിളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.